നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങ് യോഗിയുടെ യു.പിയിൽ മാത്രമല്ല, ഇങ്ങ് തമിഴ്നാട്ടിലും പോലീസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ല ഫയർ ആണെന്നുള്ള വ്യക്തമായൊരു ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്. രാജ്യത്താകമാനം ഏവർക്കും വളരെ രോഷം തോന്നിയ ഒരു സംഭവമായിരുന്നു തമിഴ്നാട് കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി ഒരു കുറ്റിക്കാട്ടിൽ തള്ളിയ സംഭവം. എന്നാൽ ആ 20-കാരിയെ ബലാത്സംഗം ചെയ്ത പ്രതികളെ പോലീസ് വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള പ്രതികളുടെ കാലിലല്ല തലയിലാണ് വെടിവെക്കേണ്ടതെന്നാണ് ഈ സംഭവത്തിന് പിന്നാലെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മറ്റും പരാമർശിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിലവിൽ ഒരു പരിധിവരെ ആ രോഷമടക്കാൻ ഈ എൻകൗണ്ടറിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുഹൃത്തിനൊപ്പം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനിയാണ് 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തത്. അതിൽ 3 പേരെയും പോലീസിനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നും പിടികൂടുകയും ചെയ്തിരിക്കുകയാണ്. തപസി, കാർത്തിക്, കാളീശ്വരൻ എന്നിവരെയാണ് ഹാഫ് എൻകൗണ്ടറിലൂടെ ഒരു ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന് നേർക്ക് പ്രതികൾ ആക്രമണം നടത്താനായി ശ്രമിച്ചു, അരിവാളുകൊണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്നും ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രശേഖറിന്റെ ഇടത് കൈത്തണ്ടയിലും കൈയിലും പരിക്ക് സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ സ്വയരക്ഷയ്ക്കായി പ്രതികളെ പിടികൂടാൻ വേണ്ടി പ്രതികളുടെ കാലിൽ വെടിവെക്കുകയായിരുന്നു. കാലിന് വെടിയേറ്റ 3 പ്രതികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ ശിവഗംഗ ജില്ലയിൽ നിന്നുള്ളവരാണെന്നും കോയമ്പത്തൂരിൽ ഒരു കെട്ടിട നിർമ്മാണ ജോലി ചെയ്യാനായി എത്തിയതായിരുന്നെന്നും പോലീസ് തന്നെ പറയുന്നു. കറുപ്പസ്വാമിയും കാളീശ്വരനും ബന്ധുക്കളാണെന്നും സഹോദരന്മാരാണെന്നുമുള്ള സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു. 3 പേർക്കെതിരെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പറയപ്പെടുന്നു. കോയമ്പത്തൂർ നഗരത്തിലാണ് രാജ്യത്തെ തന്നെ നടുക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 1-ാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയെ 3-അംഗ സംഘം ഭീഷണിപ്പെടുത്തി അതിക്രൂരമായി ആക്രമിച്ച് പീഡിപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ ആകട്ടെ ഗുരുതരമായി തന്നെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഞായറാഴ്ച ദിവസം രാത്രി 11 മണിയോടെ നടന്ന സംഭവം പുറം ലോകം അറിയുന്നത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കളായ മധുര സ്വദേശിയായ 20 വയസ്സുകാരിയും ഒണ്ടിപ്പത്തൂരിൽ മൊബൈൽ വർക്ക്ഷോപ്പ് ഉടമയായിട്ടുള്ള 25-കാരനും രാത്രി കാറിൽ വിമാനത്താവള റൺവേക്ക് സമീപത്തെ വൃന്ദാവൻ നഗർ കഴിഞ്ഞുള്ള ഒരു മേഖലയിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരുവരും സംസാരിച്ചിരിക്കുമ്പോൾ കമിതാക്കളാണെന്ന് മനസ്സിലാക്കി 11 മണിയോടുകൂടി മദ്യലഹരിയിലെത്തിയ 3-അംഗ സംഘം ഇരുവരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതിനുശേഷം ആക്രമണം തുടങ്ങി. ബൈക്കിലെത്തിയ 3-അംഗ സംഘം ഇവരെ ചോദ്യം ചെയ്തു. കാറിലേക്ക് കല്ലെറിഞ്ഞു, കാറിൻ്റെ ചില്ല് തകർക്കുകയും ചെയ്തു. ചില്ലുകൾ തകർത്ത് യുവാവിൻ്റെ തലയിലും ദേഹത്തുമായി 10ഓളം ഇടങ്ങളിലാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. പേടിച്ച് പുറത്തിറങ്ങിയ യുവാവിനെ 2 പേർ ചേർന്ന് കല്ലുകൊണ്ടും വടികൊണ്ടും ആക്രമിച്ചു. യുവാവിൻ്റെ ബോധം പോകുന്ന രീതിയിൽ തല്ലിച്ചതച്ചു. അതിനുശേഷം 3 പേരും ചേർന്ന് യുവതിയെ ബലം പ്രയോഗിച്ച് 1/2 കിലോമീറ്റർ അപ്പുറമുള്ള ആളൊഴിഞ്ഞ ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. അബോധാവസ്ഥയിലായ യുവാവിനെ ഉപേക്ഷിച്ച് കാറിനുള്ളിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് തന്നെയാണ് യുവതിയും മൊഴി നൽകിയിരിക്കുന്നത്. രാത്രി ഏറെ വൈകി ബോധം തെളിഞ്ഞ യുവാവ് വളരെ വേഗത്തിൽ തൻ്റെ ഫോൺ തപ്പിയെടുത്ത് പോലീസിനെ ബന്ധപ്പെട്ട് ദയവായി രക്ഷപ്പെടുത്തൂ എന്ന് അഭ്യർത്ഥിച്ച് കരയുകയായിരുന്നു. 5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ് റെയിൽപാളത്തോട് ചേർന്നുള്ള വിജനമായ സ്ഥലത്തു നിന്നും യുവതിയെ നഗ്നയായി വിവസ്ത്രയാക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. യുവാവിനെ ഉടനടി തന്നെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിഗ്നൽ കണ്ടെത്തി സ്ഥലത്തെത്തിയ പോലീസ് യുവാവിനെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് 2 മണിക്കൂറിലധികം തിരച്ചിൽ നടത്തി ഏകദേശം ആ മേഖല തിട്ടപ്പെടുത്തിയത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ യുവതിയെ കണ്ടെത്തിയ ഉടൻ തന്നെ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അപകടനില തരണം ചെയ്തുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിൽപ്പാളയത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കിലായിരുന്നു ഈ പ്രതികളെത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 7 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് വ്യാപകമായി തന്നെ തിരച്ചിൽ തുടങ്ങി. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതിനിടയിൽ 3 പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. കോയമ്പത്തൂരിലെ വെള്ളക്കിണറിൽ വെച്ച് പ്രതികളെ വളഞ്ഞപ്പോൾ അവർ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെയാണ് മറ്റു മാർഗമില്ലാതെ പോലീസിന് പ്രതികളെ കാലിൽ വെടിവെച്ച് വീഴ്ത്തേണ്ടി വന്നത്. കസ്റ്റഡിയിലെടുത്തു. അതിജീവിതം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്നാൽ ഇരുണ്ട വെളിച്ചമായതിനാലും പ്രതികളുടെ മുഖം വ്യക്തമായി കാണാത്തതുകൊണ്ടും പ്രതികളെ തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് അതിജീവിതയുടെ ബന്ധുക്കൾ പറയുന്നത്. സംഭവത്തിന് പിറകെ സർക്കാരിനെതിരെ ഗുരുതരമായ വിമർശനം ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ DMK സർക്കാർ തുടർച്ചയായി തന്നെ പരാജയപ്പെട്ടുവെന്നാണ് തമിഴ്നാട് BJP മുൻ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമല ആരോപിച്ചത്.
സ്ത്രീ സുരക്ഷയെ അട്ടിമറിക്കുന്ന DMK നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ AADMK ജനറൽ സെക്രട്ടറിയായ എടപ്പാടി പളനിസ്വാമിയും രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ ഭരണകാലത്ത് AADMKയുടെ ഭരണകാലത്ത് സ്ത്രീകൾ സുരക്ഷിതമായി ജീവിച്ചിരുന്ന ഇന്ത്യയിലെ തന്നെ മുൻനിര സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുന്നുവെന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. സമാനമായി മറ്റൊരു സംഭവം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കേവർക്കും അറിയാവുന്നതാണ്, കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ മദ്യലഹരിയിലായിരുന്ന പ്രതി നടുവിന് ചവിട്ടി പുറത്തേക്കിട്ടത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ വകവരുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും ട്രെയിനിന് വാതിൽ പിടിച്ചു നിന്നതുകൊണ്ട് പുറത്തേക്ക് വീണില്ല. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സൗമ്യ എന്ന ആ പെൺകുട്ടിയുടെ ദാരുണ കൊലപാതകം നടന്ന് 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ട്രെയിനുകളിൽ നിന്നും നമ്മുടെ അമ്മമാർ, പെങ്ങന്മാർ ആരും തന്നെ സുരക്ഷിതരല്ല എന്നുള്ള ഒരു വേദനയുള്ള കൈപ്പേറിയ സത്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെ കണ്ണീരായി തന്നെ സൗമ്യ മാറിയിരിക്കുന്നു. ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഗോവിന്ദചാമിയുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായിട്ട് 15 വർഷം പിന്നിട്ടിട്ടും സ്ത്രീ സുരക്ഷ എന്നുള്ളത് നമുക്ക് പറയാൻ മാത്രമാണ് സാധിക്കുന്നത്, പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കേരള എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത ദുരന്തത്തിനിരയായ ശ്രീകുട്ടിയും അർച്ചനയും മദ്യപിച്ച് ലക്കുകെട്ട് സുരേഷ് കുമാർ ഇതേ കമ്പാർട്ട്മെൻറ്റിൽ കയറി. 4 കാലിൽ ആടി നിന്ന സുരേഷ് കുമാർ പെൺകുട്ടികളുടെ ദേഹത്തേക്ക് വീണു. അവരെതിർത്തു, വഴക്കായി, തർക്കമായി. എന്നാൽ അവിടെ ഒന്നും തന്നെ പേരിന് പോലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല. പോലീസോ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് എന്തിനും ലൈസൻസായി ധൈര്യമായി ഒരു ക്രൂരകൃത്യം അവിടെ ഉണ്ടായി. പകമൂത്താണ് പ്രതി ഐന്തി പാലത്തിന് തൊട്ട് മുമ്പ് ശ്രീകുട്ടിയെ ട്രാക്കിലേക്ക് ചവിട്ടി തെറിപ്പിച്ചത്. ശ്രീകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അർച്ചനയാകട്ടെ ട്രെയിനിൻ്റെ വാതിലിൽ പിടിച്ചു തൂങ്ങിക്കിടന്നതുകൊണ്ട് പുറത്ത് വീണില്ല. അതിൻ്റെ ഭയം ആ പെൺകുട്ടിക്ക് ഇന്നും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തകർ പെൺകുട്ടിയെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊച്ചുവേളിയിൽ പ്രതി പിടിയിലാകുമ്പോഴും ലഹരിയിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസം വരെ ലക്ക് വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പോലും പറയുന്നത്. മദ്യപിച്ച് യാത്ര ചെയ്യുന്നയാൾ യാത്രക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയാൽ, ബുദ്ധിമുട്ട് സൃഷ്ടിച്ചാൽ അറസ്റ്റ് ചെയ്ത് നീക്കാൻ നിയമമുണ്ടായിട്ട് പോലും ആരും തന്നെ നിയമപാലകർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാത്രി 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇന്നിപ്പോൾ നേരിയ പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുള്ളതുകൊണ്ട് അപകടനില തരണം ചെയ്തുവെന്ന് ഡോക്ടർമാർ പൂർണ്ണമായും പറയുന്നുമില്ല. സൗമ്യയുടെ ദാരുണ കൊലപാതകം നടന്ന് 15 കൊല്ലം പിന്നിടുന്ന സാഹചര്യത്തിൽ ട്രെയിനിൽ നിന്നും സ്ത്രീ സുരക്ഷ പേപ്പറിൽ മാത്രമെന്ന് വേണം മനസ്സിലാക്കാൻ. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പലതരത്തിലുള്ള സുരക്ഷാ നിയമങ്ങൾ റെയിൽവേ നടപ്പിലാക്കിയിട്ട് പോലും ഒന്നും ഫലവത്താകുന്നില്ലേ എന്ന ചോദ്യവും ബാക്കി. 1989 റെയിൽവേ ആക്ട് സെഷൻ 145 അനുസരിച്ച് മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര പോലും ചെയ്യാൻ കഴിയില്ല. അത് നിരോധിച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ ടിക്കറ്റ് റദ്ദാക്കി, കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി നിയമമുണ്ടെന്നും ഇതൊന്നും നടപ്പിലാക്കാത്തത് മാത്രമാണെന്നും പലരും പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.